വെൽക്കം ബാക്ക് ടു സ്റ്റഡി വിത്ത് തസ്നീം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1-ൻ്റെ ആക്ടിവിറ്റീസും എക്സ്പ്ലെയിൻഡ് വീഡിയോയും ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് കാണുക, എന്നിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഈ വീഡിയോ കാണുക. നമ്മൾ ചാപ്റ്റർ 2ലേക്ക് കിടക്കുകയാണ്. നമ്മൾ ആദ്യം ചാപ്റ്റർ 2 എന്താണെന്ന് പഠിക്കും, എന്നിട്ട് അതിൻ്റെ ആക്ടിവിറ്റീസ്, അങ്ങനെയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. വാക്ക് വാക്ക് ആൻഡ് വാക്ക് എന്നാണ് പാഠത്തിൻ്റെ പേര്. നടന്ന് നടന്ന് നടന്ന്. ഹൗ ബ്യൂട്ടിഫുൾ, ലെറ്റ് us ഗോ ഫോർ എ വാക്ക്. കിട്ടു, എന്താണ്, എന്തൊരു ഭംഗി. കിട്ടു, നമുക്ക് എന്ത് ചെയ്യാം, ഒരു നടക്കാൻ പോകാം. ഓക്കെ മിന്നു എന്ന് നമ്മുടെ റാബിറ്റ് പറയാണ്. വാട്ട് ഓൾ തിങ്സ് ഡു വി സീ ഇൻ ദ പിക്ചർ. നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെ കാണുന്നുണ്ട്? യെസ്, ഒരു ഡിയർ ഉണ്ട്, ഒരു റാബിറ്റ് ഉണ്ട്, അതുപോലെ 5 ഫ്ലവേഴ്സ് ഉണ്ട്, 3 ബട്ടർഫ്ലൈസ് ഉണ്ട്, അല്ലേ, കുറേ ചെടികളുണ്ട്. നമുക്ക് നോക്കാം. ഹൗ മെനി ബട്ടർഫ്ലൈ, എത്ര ബട്ടർഫ്ലൈസ് ഉണ്ട് എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്കൊന്ന് എണ്ണി നോക്കാം. 1 2 3. എങ്ങനെയാണ്? 1 2 3. 3 ബട്ടർഫ്ലൈസ് ആണുള്ളത്. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? 3 എന്ന് നമ്മൾ എഴുതുന്നു. ദെൻ ഹൗ മെനി ഫ്ലവേഴ്സ്, എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? എണ്ണി നോക്കാം. യെസ്, 1 2 3 4 5 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ്, 3 ഓഫ് ദ ഫ്ലവേഴ്സ് സീംസ് ഹാപ്പിയർ. ക്യാൻ യു ഗെസ് വൈ? എന്താണ് 3 ഓഫ് ദ ഫ്ലവേഴ്സ് എന്താണ്? ഹാപ്പിയർ ആണ് അല്ലേ. എന്തുകൊണ്ടാണ്? യെസ്, ബട്ടർഫ്ലൈസ് ഇങ്ങനെ അവരുടെ തേൻ കുടിക്കാൻ വരുന്നതുകൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ടുള്ളത് അല്ലേ. നെക്സ്റ്റ് നോക്കാം. മിന്നു ആൻഡ് കിട്ടു സ്റ്റാർട്ടഡ് വാക്കിംഗ് ത്രൂ ദ വുഡ്സ്. അവരങ്ങനെ മരങ്ങളുടെ ഇടയിലൂടെ അങ്ങനെ നടക്കാൻ തുടങ്ങി, നമ്മുടെ മിന്നുവും കിട്ടും. ഹേയ്, ഹിയർ ഈസ് എ ബാഗ്, ലെറ്റ് us see വാട്ട് ഈസ് ഇൻ ഇറ്റ്. അപ്പം നമ്മുടെ കിട്ടു പറയാണ് മിന്നിനോട്, എന്താണ്? ഹേയ് നോക്ക്, ഹിയർ ഈസ് എ ബാഗ്, ഇവിടെ ഒരു ബാഗ് ഉണ്ട്, ലെറ്റ് us see വാട്ട് ഈസ് ഇൻ ഇറ്റ്. നമുക്ക് നോക്കാം അതിലെന്താണ് ഉള്ളത്, നമുക്ക് നോക്കാമെന്ന് പറയാണ്. അപ്പം നമ്മുടെ കിട്ടു എന്താ ചെയ്യുന്നത് നോക്കാം. മിന്നു ആൻഡ് കിട്ടു ഓപ്പൺ ദ ബാഗ് ആൻഡ് ലുക്ക്ഡ് ഇൻസൈഡ്. അപ്പം മിന്നുവും കിട്ടു എന്ത് ചെയ്തു? ബാഗ് തുറന്നിട്ട് അതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കി. ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, ഓപ്പൺഡ് എന്ന് പറഞ്ഞാൽ തുറന്നു. അപ്പം മിന്നുവും കിട്ടു എന്ത് ചെയ്തു? ബാഗ് തുറന്നു, എന്നിട്ട് അതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കി. വാവ്, ഹാറ്റ്സ്, എന്താണ്? തൊപ്പികളാണല്ലേ. ഹൗ മെനി ഇൻസൈഡ്, ഹൗ മെനി ഔട്ട്സൈഡ്, എത്രണ്ണം നമ്മുടെ ബാഗിൻ്റെ ഉള്ളിലുണ്ട്, എത്രണ്ണം നമ്മുടെ പുറത്തുണ്ട്. ഇൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ, ഔട്ട്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത്. നമുക്കൊന്ന് എണ്ണി നോക്കാം. ഇൻസൈഡിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3. എത്ര എന്ന് എഴുതണം? 3 എന്ന് നമ്മൾ എഴുതണം. ആൻഡ് ഹൗ മെനി ഔട്ട്സൈഡ്, എത്ര ഔട്ട്സൈഡ് ആയിട്ടുണ്ട്? 1 2 3 4. നിങ്ങളിവിടെ ഔട്ട്സൈഡ് എന്നുള്ളടത്ത് 4 എന്ന് നിങ്ങൾ എഴുതണം. കളർ ദീസ് ഹാറ്റ്സ്, നിങ്ങളോട് ഈ ഹാറ്റുകളെല്ലാം കളർ ചെയ്യാനാണ് പറയുന്നത്, അത് നിങ്ങൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കാം. നമുക്ക് നോക്കാം എന്താ ഉണ്ടായതെന്ന്. യെസ്, കുഞ്ചൻ സ്ക്യൂരലും ആൻഡ് പിങ്കി മങ്കിയും ടുക്ക് സം ഹാറ്റ്സ് ആൻഡ് ക്ലൈംഡ് അപ്പ്. കുറച്ച് തൊപ്പികൾ എടുത്തിട്ട് എന്ത് ചെയ്തു? ട്രീയിലേക്ക് കയറി. ആൻഡ് ഹൗ മെനി ഹാറ്റ്സ് സ്ക്യൂരൽ ഹാവ്, സ്ക്യൂരലിൻ്റെ കയ്യിൽ എത്ര ഹാറ്റ് ഉണ്ട്? എണ്ണി നോക്കാം. 1 അല്ലേ. നമ്മളവിടെ എന്ത് എഴുതണം? 1 എന്ന് എഴുതണം. ദെൻ റാബിറ്റിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? യെസ്, 2 അല്ലേ. 1 2. നമ്മൾ റാബിറ്റിൽ 2 എന്ന് എഴുതണം. നമ്മുടെ മങ്കിൻ്റെ കയ്യിൽ എത്ര ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3. നമ്മൾ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ദെൻ ഡിയറിൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? യെസ്, 1. നമ്മൾ 1 എന്ന് എഴുതണം. ദെൻ ഹൗ മെനി ഹാറ്റ്സ് ഇൻ ദ ബാഗ് നൗ, ബാഗിൽ എന്താ ഉള്ളത്? യെസ്, നത്തിങ്. അതായത് 0 മീൻസ് ദർ ഈസ് നത്തിങ്. 0 അല്ലേ. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. അപ്പം ശരിക്കും നമ്മുടെ നമ്പേഴ്സ് തുടങ്ങൽ 0 1 2 3 4 5 അങ്ങനെയാണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് നോക്കാം. സിങ് ആൻഡ് റൈറ്റ്, നമുക്ക് പാടാം, എഴുതാം. ഹൗ മെനി മാംഗോസ് നോക്കാം. The tree in the yard had 5 mangoes. 3 in the yard had, എന്താണ്? നമ്മുടെ യാർഡിലുണ്ടായിട്ടുള്ള മരത്തിൽ 5 മാങ്ങകളുണ്ടായിരുന്നു. 5 മാങ്ങകളുണ്ടായിരുന്നു. നമ്മൾ 5 എന്നവിടെ ട്രേസ് ചെയ്യണം. ദെൻ എ സ്ക്യൂറൽ ബിറ്റ് ഓഫ് 1, ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ. എന്ത് ചെയ്തു? നമ്മുടെ അണ്ണാന് 1 എടുത്തു.
സോ എത്ര നമ്മുടെ മരത്തിലുണ്ടാവും? യെസ്, എന്താണ് 4 അല്ലേ? നമ്മൾ 1 കൊണ്ടുപോയി, സോ നമ്മൾ 5-ൽ നിന്ന് 1 കുറച്ചു, സോ 4. ദെൻ ദ വിൻഡ് ഷുക്ക് ഡൗൺ 1. നമ്മുടെ വിൻഡ് എന്ത് ചെയ്തു? കാറ്റ് എന്ത് ചെയ്തു? 1-നെ താഴ്ത്തിട്ടു. സോ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? 1 അണ്ണാൻ കൊണ്ടുപോയി, ഇപ്പോൾ 1 കാറ്റും കൊണ്ടുപോയി. സോ 2 എണ്ണം പോയിട്ടുണ്ട്. സോ 5-ൽ നിന്നും 2 എണ്ണം പോയാൽ എത്ര ബാക്കി ഉണ്ടാവും? യെസ്, 3. സോ നമ്മൾ 3 എഴുതണം. എ ക്രോ പെക്ഡ് ഓഫ് 1 ആൻഡ് ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? എന്ത് ചെയ്തു? നമ്മുടെ ക്രോ എന്ത് ചെയ്തു? 1 കൊണ്ടുപോയി. ദെൻ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? പറിച്ചു കൊണ്ടുപോയി. സോ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? നമുക്ക് നോക്കാം. 1 സ്ക്യൂരൽ കൊണ്ടുപോയി, 1 നമ്മുടെ വിൻഡ് കൊണ്ടുപോയി, 1 ഇപ്പോൾ നമ്മുടെ ക്രോയും കൊണ്ടുപോയി. സോ 5-ൽ നിന്നും 3 കുറച്ചാൽ 2. സോ നമ്മളവിടെ എന്ത് എഴുതണം? 2 എഴുതണം. അമ്മു സ്റ്റോൺ ഡൗൺ 1. അമ്മു എന്ത് ചെയ്തു? 1 എന്ത് ചെയ്തു? കല്ലെറിഞ്ഞിട്ട് നിലത്ത് വീഴ്ത്തി. ദെൻ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? സോ എത്ര ഉണ്ടാവും നമ്മുടെ ട്രീമിൽ? യെസ്, 1 നമ്മുടെ സ്ക്യൂരൽ കൊണ്ടുപോയി, 1 നമ്മുടെ കാറ്റ് കൊണ്ടുപോയി, 1 നമ്മുടെ കാക്ക കൊണ്ടുപോയി, 1 നമ്മുടെ അമ്മും കൊണ്ടുപോയി. സോ എത്ര എണ്ണം ബാക്കി ഉണ്ടാവും 5-ൽ നിന്നും? 5 - 4 എത്രയാണ്? 1. സോ നമ്മൾ 1 എഴുതണം. അപ്പു പ്ലക്ഡ് 1 ഓഫ് ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? നമ്മൾ അവസാനം നമ്മുടെ അപ്പു എന്ത് ചെയ്തു? 1 കൂടെ കൊണ്ടുപോയി. സോ ഹൗ മെനി ലെഫ്റ്റ് ഓൺ ദ ട്രീ? 0 അല്ലേ? നത്തിങ് ലെഫ്റ്റ് ആണ്, ഒന്നുമില്ല. അതായത് എം ടി ആയിട്ട് നമ്മുടെ ട്രീ. സോ നൗ ആൻഡ് നത്തിങ് യു നോ ഈസ് 0. 0 എങ്ങനെ എഴുതുന്നത്? യെസ്, ഒരു ചെറിയ വട്ടം വരച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. രാമുണ്ണി അങ്കിൾ ദ ഹാറ്റ് സെല്ലർ കെയിം ബാക്ക് ആഫ്റ്റർ വാഷിംഗ് ഹിസ് ഫേസ് അറ്റ് ദ സ്ട്രീം. ഹീ സാറ്റ് ഡൗൺ അണ്ടർ ദ ട്രീ. സോ രാമുണ്ണി അങ്കിളിൻ്റെതാണ് ആ ബാഗ് അല്ലേ? ദ ഹാറ്റ് സെല്ലർ എന്നാൽ തൊപ്പി വിൽക്കുന്ന ആൾ. കെയിം ബാക്ക് ആഫ്റ്റർ വാഷിംഗ് ഹിസ് ഫേസ് അറ്റ് ദ സ്ട്രീം. എന്ത് ചെയ്തു? പുഴയിൽ നിന്നും വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കേക്ക് ഫ്രഷ് ആക്കിയിട്ട് എന്ത് ചെയ്തു? മരത്തിലിരിക്കാൻ വേണ്ടിയിട്ട് വന്നു. ഓ മൈ ഹാഡ്സ്, എൻ്റെ ഹാഡ്സ് എല്ലാം പോയല്ലോ എന്ന് നമ്മുടെ ഹാഡ് സെല്ലറായിട്ടുള്ള രാമുണ്ണി അങ്കിൾ പറയാണ്. ദെൻ നോ ഹാഡ്സ് ഇൻ ദ ബാഗ്. സോ നമ്മുടെ ബാഗിൽ എത്ര എണ്ണം ഉള്ളത്? യെസ്, 0 അല്ലേ? സോ നമ്മൾ 0 എന്ന് ട്രേസ് ചെയ്യാം. രാമുണ്ണി അങ്കിൾ വാസ് വെരി സാഡ്. രാമുണ്ണി അങ്കിൾ വളരെയധികം വിഷമത്തിലായിരുന്നു. സാഡ്, ഹാപ്പി. ഓക്കെ, ഓപ്പോസിറ്റ് വേർഡ്സ് ആണ്. ഡ്രോ ആൻഡ് ജോയിൻ എന്താണ്? ഈച്ച് വൺ നീഡ്സ് 1 ഹാറ്റ്. ഹൗ മെനി ഹാറ്റ്സ് ഓഫ് ഫോർ ദ സ്ക്യൂരൽ? സ്ക്യൂരലിൻ്റെ ചിത്രം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആൻഡ് എത്ര ഉണ്ട് സ്ക്യൂരൽ? നമുക്ക് എണ്ണി നോക്കാം. ഓരോരുത്തർക്കും ഓരോന്നേ കൊടുക്കാൻ പാടുള്ളൂ. സോ നമുക്ക് നോക്കാം. 1 2 3 4 5. സോ ഹൗ മെനി ഹാറ്റ്സ് വേണ്ടി വരും നമ്മുടെ സ്ക്യൂരലിന്? 5 സ്ക്യൂരൽ ഉണ്ട്. സോ 5 ഹാറ്റ്സ് വേണ്ടി വരില്ലേ? സോ നമ്മളവിടെ 5 എന്ന് എഴുതണം. സോ ഡ്രോ ദ ലൈൻ ജോയിനിങ് ദ ആനിമൽസ് ആൻഡ് ഹാറ്റ്സ് ദേ നീഡ്. സോ നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5 സ്ക്യൂരലായതുകൊണ്ട് ഓരോരുത്തർക്കും ഓരോന്ന് കൊടുക്കണം. സോ ഇവിടെ 5 എണ്ണം ആയതുകൊണ്ട് നമ്മുടെ 5 ഹാറ്റ്സ് എവിടെ ഉള്ളത് നമ്മൾ നോക്കണം. സോ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്ത് സെർച്ച് ചെയ്തതിന് ശേഷം കിട്ടിയിട്ടില്ലെങ്കിൽ ഈ വീഡിയോ പ്ലേ ചെയ്തിട്ട് കാണാൻ പാടുള്ളൂ. സോ നമുക്ക് ഹാറ്റ്സ് എത്ര എണ്ണം എണ്ണി നോക്കാം. 1 2 3 4 5. സോ നമ്മുടെ ഈ ഹാറ്റിൻ്റെ സെറ്റാണ് നമ്മുടെ സ്ക്യൂരലിന് കൊടുക്കേണ്ടത്. ദെൻ ഫോർ മങ്കീസ്, ഫോർ റാബിറ്റ്സ് എന്നിവ നമ്മൾ കണ്ടെത്തണം. സോ മങ്കി നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7. സോ 7 ഉണ്ട് അല്ലേ? സോ 7 ഹാറ്റ്സ് ഇവിടെ കാണുന്നുണ്ട്. നമുക്ക് അതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്. സോ 1 2 3 4 5 6 7. ദെൻ നെക്സ്റ്റ് നമ്മുടെ റാബിറ്റ് നമുക്ക് നോക്കാം. റാബിറ്റിന് എത്ര എണ്ണം വേണം നമുക്ക് നോക്കാം. 1 2 3 4 5 6. 6 റാബിറ്റ് ഉണ്ട്. സോ 6 ഹാറ്റ് വേണം. സോ നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6. സോ നമ്മൾ ഇതിലേക്ക് മാച്ച് ചെയ്യണം. സോ എനിക്കിവിടെ കാണിക്കാൻ കഴിയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് ആക്കി കാണിച്ചിരുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ ഇങ്ങനെ വരയ്ക്കുക, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ബട്ട് എന്താണ്, എനിക്കിവിടെ മുഴുവനായിട്ട് കാണിക്കാൻ കഴിയുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യാം, എണ്ണി നോക്കാനായിട്ട് അപ്രോപ്രിയേറ്റ് ഹാറ്റ്സിലേക്ക് നിങ്ങൾ മാച്ച് ചെയ്യാം. നെക്സ്റ്റ് നോക്കാം. ദ ഹാറ്റ് സെല്ലർ ലുക്ക്ഡ് സാഡ്. സോ പിങ്കി മങ്കി ക്ലൈംഡ് ഡൗൺ. സോ നമ്മുടെ ഹാറ്റ് സെല്ലർ എന്ത് ചെയ്തു? സങ്കടത്തിലാണ്. സോ നമ്മുടെ പിങ്കി ആയിട്ടുള്ള കുരങ്ങൻ എന്ത് ചെയ്തു? ക്ലൈംഡ് ഡൗൺ. ഡൗൺ എന്ന് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ, ഡൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ. സോ എന്ത് ചെയ്തു? നമ്മുടെ മങ്കി എന്ത് ചെയ്തു? താഴെ ഇറങ്ങി. പിങ്കി ഗേവ് ബാക്ക് 3 ഹാറ്റ്സ്. ആദ്യം ഉണ്ടായിരുന്ന പിങ്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 തൊപ്പിയും തിരിച്ചു കൊടുത്തു. ആൻഡ് കിട്ടു റാബിറ്റ് ഗേവ് 2. നമ്മുടെ കിട്ടു റാബിറ്റിൻ്റെ കയ്യിൽ 2 എണ്ണം ഉണ്ടായിരുന്നു. സോ 2 എണ്ണം കൊടുത്തു. ദെൻ ഹൗ മെനി
he has now. സോ ഇപ്പോൾ എത്ര എണ്ണം കിട്ടിയിട്ടുണ്ടാവും? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. സോ നമ്മൾ എന്ത് എഴുതണം? 5 എന്ന് എഴുതണം. നെക്സ്റ്റ്, ആഫ്റ്റർ ഗെറ്റിംഗ് ബാക്ക് 1 more hat, how many hat he has now? സോ 5ലേക്ക് നമ്മൾ ഒന്നും കൂടി ആഡ് ചെയ്ത് നോക്കുക. സോ എന്ത് കിട്ടും? 5 and 1 make 6. അപ്പോൾ നമ്മുടെ 6 hats എന്ന് എഴുതണം. നമുക്കത് ശരിയാണോ നോക്കാം. 1 2 3 4 5 6. സോ ഹിയർ ഇസ് ദ ഹാറ്റ് ഐ ടുക്ക്. നമ്മുടെ സ്ക്യൂരിൽ കൊടുത്തതാണ് ആ ഹാറ്റ് അല്ലേ. ദെൻ ഹിയർ 1 more, the one I took. നമ്മൾ ഡിയർ കൊടുത്തു, തിരിച്ചു കൊടുത്തു. നൗ ദ നമ്പർ ഓഫ് ഹാറ്റ് ഈസ് 6 and 1. 6ഉം 1ഉം കൂടിയാൽ 7. സോ 7 ഹാറ്റ്സ് ആണ് ഉണ്ടാവുക. സോ 7 എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ നോ രാമുണ്ണി അങ്കിൾ ഈസ് വെരി ഹാപ്പി. ഇപ്പോൾ നമ്മുടെ രാമുണ്ണി അങ്കിൾ എന്താണ് ഭയങ്കര സന്തോഷമാണ്. സോ നമുക്കൊന്ന് എണ്ണി നോക്കാം രാമുണ്ണി അങ്കിൾക്ക് 7 ഹാറ്റ്സ് കിട്ടണമെന്ന്. 1 2 3 4 5 6 7. സോ 7 നമ്മളെങ്ങനെ എഴുതണ്ടേ? SEVEN 7. 6 നമ്മളെങ്ങനെ എഴുതല്? യെസ്, SIX 6. സോ നമുക്ക് നോക്കാം. മിന്നു ആൻഡ് കിട്ടു കണ്ടിന്യൂഡ് ദെയർ വാക്ക്. എന്ത് അവരവരുടെ നടത്തം തുടർന്നു. ഹേയ്, വാട്ട് ആർ യു ഓഫ് ടു? ക്യാൻ വി കം ടു? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് വരാൻ പറ്റുമോ? വൈ നോട്ട്, കം ഓൺ. എന്തുകൊണ്ട് പറ്റില്ല? നിങ്ങൾ വന്നോളൂ എന്ന് നമ്മുടെ മിന്നു പറയാണ്. ദെൻ ദ 4 of them went off together. അവർ 4 പേരും കൂടി എന്ത് ചെയ്തു? യാത്ര ആരംഭിച്ചു. സോ ഹൂ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് മിന്നു? പുട്ട് എ ടിക്ക് മാർക്ക്. സോ നിങ്ങൾ പറയുന്നത് മിന്നുവിൻ്റെ ഫ്രണ്ടിലുള്ളതിനെ ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ. സോ നമ്മൾ എന്ത് ചെയ്യണം? മുന്നിലായിട്ടുള്ളത് നമ്മുടെ ബട്ടർഫ്ലൈ ആണ്. സോ ബട്ടർഫ്ലൈൻ്റെ നേരെയുള്ള ബോക്സിലേക്ക് നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യണം. ഹൂ ഈസ് ബിഹൈൻഡ് മിന്നു? നമ്മുടെ മിന്നുവിൻ്റെ ബാക്കിൽ ആരാണുള്ളത്? മിന്നു എന്ന് പറഞ്ഞാൽ ഡിയർ ആണ് കേട്ടോ. സോ നമ്മൾ ഡിയറിൻ്റെ ബാക്കിൽ ആരുള്ള? റാബിറ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോ എ സ്മൈലി. നമ്മൾ ആ ബോക്സിൻ്റെ നേരെ സ്മൈലി വരക്കണം. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. എന്താണ്? ഓൾ ആർ ഹംഗ്രി, ലുക്ക് മാംഗോസ്, ഹൂ വിൽ ക്ലൈംബ് അപ്പ്, ഐ വിൽ പിക്ക് ഇറ്റ് ദം. സോ എന്താണ്? എല്ലാവരും വിശന്നിരിക്കുകയാണ്, കുറേ യാത്ര ചെയ്തു. ലുക്ക് മാംഗോസ്, നോക്ക് മാംഗോസ്, മാങ്ങകൾ. ഹൂ വിൽ ക്ലൈംബ് അപ്പ്, ആര് മുകളിൽ കയറും? ഐ വിൽ പിക്ക് ഇറ്റ് ദം, ഞാൻ പറിച്ചു തരാമെന്ന് പറയാണ്. നമ്മുടെ വുഡ് കീപ്പർ. വുഡ് കീപ്പർ എന്ന് പറയാൻ മരം കൊത്തി. ലിറ്റിൽ ബേർഡ് ഡിഡ് സോ ആൻഡ് ഓൾ മാംഗോസ് ഫെൽ ഡൗൺ. നമ്മുടെ ലിറ്റിൽ ബേർഡ് എന്ത് ചെയ്തു? എല്ലാ മാങ്ങകളും എന്ത് ചെയ്തു? നിലത്ത് വീഴ്ത്തി. ഈച്ച് ഓഫ് ദം എയ്റ്റ് വൺ. ഓരോരുത്തരും എത്ര എണ്ണം തിന്നു? യെസ്, ഓരോന്നും തിന്നു. ഹൗ മെനി ലെഫ്റ്റ്? സോ ഹൗ യു ഫൗണ്ട് ഔട്ട്. സോ നമ്മൾ എത്ര മാങ്ങകളുണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മിന്നുൻ്റെ കൂടെ ആരൊക്കെ ഉണ്ട്? മിന്നു ഉണ്ട്, റാബിറ്റ് ഉണ്ട്, നമ്മുടെ ബട്ടർഫ്ലൈ ഉണ്ട്, വുഡ് കീപ്പർ ഉണ്ട്. 4 ആളുകളുണ്ട് അല്ലേ. സോ എന്ത് ചെയ്തു? ഈ 5 മാങ്ങയിൽ നിന്നും 4 പോയാൽ എത്ര ലെഫ്റ്റ് ആയിരിക്കും? 1. സോ നമ്മൾ 1 എന്ന് എഴുതണം. നെക്സ്റ്റ്, കണക്ട് ആൻഡ് കൗണ്ട്. ദ റാബിറ്റ് വാസ് ഹാപ്പി ടു സീ ക്യാരറ്റ്സ് ഓൺ ദ വേ സൈഡ്. നടന്നു പോകുന്നതിൻ്റെ ഒരു വശത്ത് ക്യാരറ്റ് കണ്ടപ്പോൾ നമ്മുടെ റാബിറ്റിന് ഭയങ്കര ഹാപ്പിയാണ്. ഹേയ് ക്യാരറ്റ്, ലെറ്റസ് ബൈ സം. നമ്മുടെ ക്യാരറ്റ് നമുക്ക് കുറച്ച് വാങ്ങിയാലോ? സോ നമ്മൾ ഓരോന്നിലും എത്ര ഉണ്ട് നമ്മൾ എണ്ണിയിട്ട് ആ ബോക്സിൽ നേരെ എഴുതണം. ദ സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ, ഐ നീഡ് ഓൺലി ദ സ്മോൾ ബഞ്ച്. സോ നമുക്ക് നോക്കാം, ഓരോന്ന് എണ്ണി നോക്കാം എത്ര ക്യാരറ്റ് ഉണ്ട് ഓരോ ബോക്സിലേക്കുള്ളത്. 1 2 3. സോ നമ്മൾ എന്ത് എഴുതണം? 3 എന്ന് എഴുതണം. ഇനി അതിൻ്റെ അടിയിലുള്ളത് എത്ര എണ്ണം നോക്കാം. 1 2. സോ നമ്മൾ 2 എന്ന് എഴുതണം. ദെൻ സൈഡിലുള്ളതിൽ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. സോ നമ്മൾ 5 എന്ന് എഴുതണം. ദെൻ 1 2 3. സോ നമ്മളിവിടെ 3 എന്ന് എഴുതണം. 1 2 3 4 5 6 7. സോ നമ്മൾ 7 എന്ന് എഴുതണം. നമ്മുടെ സ്ക്യൂരിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും ചെറിയ ബഞ്ച്, അതായത് ഇപ്പം ഏറ്റവും കുറവുള്ള ക്യാരറ്റിൻ്റെ സെറ്റാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞു. സോ ഞാൻ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ സെറ്റാണ് നമ്മുടെ ആർക്ക് വേണ്ടത്? നമ്മുടെ സ്ക്യൂരലിന് വേണ്ടത്. ആൻഡ് സെയിം നമ്പർ ഫോർ മീ ആൻഡ് മൈ ബ്രദർ. എൻ്റെ ബ്രദറിനും എനിക്ക് സെയിം നമ്പർ ഓഫ് ഇത് വേണം. സോ ഇവിടെ 3 എന്നുള്ളത് 2 സെറ്റ് ഉണ്ട്. സോ അതായിരിക്കും നമ്മുടെ ഡിയറിന് വേണ്ടത്.
ദെൻ റാബിറ്റ് ടുക്ക് ദ ലാർജസ്റ്റ് ബഞ്ച് നമ്മൾ റാബിറ്റ് എടുത്തിട്ടുണ്ട്. റാബിറ്റ് എടുത്ത ബഞ്ചാണ് ഇവിടെ നേരെ വരച്ചിട്ടുള്ളത്. ദെൻ ഡ്രോ എ ലൈൻ ടു കളർ ദ റാബിറ്റ് ടു ദിസ് ബഞ്ച്, വരച്ചിട്ടുണ്ട്. ദെൻ റൈറ്റ് ദ നമ്പർ ഓൾസോ, നമ്മൾ നമ്പറും എഴുതണം. സോ ഞാൻ ഇവിടെ നമ്പർ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എഴുതാം. ദെൻ എന്താണ് കണക്റ്റഡ് ഡിയർ ആൻഡ് സ്ക്യൂരൽ ടു ദിയർ ബഞ്ച്, അപ്പോൾ നമ്മൾ അവരുടെ ബഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, വരക്കണം. സോ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, നിങ്ങളിതുപോലെ വരക്കുക. ദെൻ നെക്സ്റ്റ് എന്താണ് റൈറ്റ് ദ നമ്പേഴ്സ്, ആ നമ്പേഴ്സ് അതിൽ എഴുതണം. ദെൻ റൈറ്റ് ദ നമ്പേഴ്സ് ഓഫ് ക്യാരറ്റ് റിമൈനിങ് ഇൻ ദ ബെഞ്ച്, റിമൈനിങ് ബഞ്ചിലുള്ള ക്യാരറ്റ്സ്. റൈറ്റ് ദ നമ്പർ ഓഫ് റിമൈനിങ് ബഞ്ച് ഓഫ് ക്യാരറ്റ്സ് എത്രയാണ് ഉള്ളത്? യെസ്, ഈ ബഞ്ചും ഏത് റാബിറ്റിൻ്റെ ബഞ്ചും സ്ക്യൂരലിൻ്റെ ബഞ്ചും നമ്മുടെ ഡിയറിൻ്റെ ബഞ്ചും കഴിഞ്ഞാൽ പിന്നെ എത്രണ്ണമാണ് നമ്മുടെ ബാക്കിയുള്ളത്? 1 2 3 4 5 ആയിട്ടുള്ള ബഞ്ചാണ് ബാക്കിയുള്ളത്. സോ നമ്മൾ 5 വന്ന് ഇവിടെ എഴുതണം. ഡിഡ് യു ആൻഡ് യുവർ ഫ്രണ്ട് കാൽക്കുലേറ്റ് ദ സെയിം വേ, സേ ഹൗ യു ഡിഡ് ഇറ്റ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടും ചെയ്തത് ശരിയാണോ നോക്കാനാണ്. ദേ വാക്ഡ് ആൻഡ് റീച്ച് എ പോണ്ട്, അവർ നടന്നൊരു കുളത്തിനടുത്തെത്തി. വാവ്, സോ ബ്യൂട്ടിഫുൾ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. ലെറ്റ് സ്റ്റോപ്പ് ഫോർ എ വൈൽ, നമുക്ക് ഇവിടെ നിന്ന് നിർത്താം, കുറച്ച് നേരം ഇവിടെ ഇരിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. സോ ഇവിടെ പറയുന്നത് എന്താണ്? വാട്ട് ഓൾ ഡിഡ് ദേ സീ, അവരെന്തൊക്കെ കണ്ടിട്ടുണ്ട്? കൗണ്ട് ആൻഡ് റൈറ്റ്. സോ ഈ കുളത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളത് കൗണ്ട് ചെയ്യുക, റൈറ്റ് ചെയ്യാന്നാണ്. സോ നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നോക്കേണ്ടത് ഫ്രോഗ്, തവളകൾ എത്ര ഉണ്ട് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4. സോ നമ്മൾ 4 എന്ന് എഴുതണം. എത്ര ഡക്ലിങ്സ് ഉണ്ട്, താറാവ് കുഞ്ഞുങ്ങളുണ്ട്? 1 2. സോ നമ്മൾ 2 എന്ന് എഴുതണം. എത്ര മീനുകളുണ്ട്? 1 2 3 4 5 6. സോ നമ്മൾ 6 എന്ന് എഴുതണം. എത്ര ആമകളുണ്ട്? യെസ് 1 അല്ലേ. സോ നമ്മൾ 1 എന്ന് എഴുതണം. എത്ര കൊക്കുകളുണ്ട്? 1 2 3. സോ നമ്മൾ 3 എന്ന് എഴുതണം. എത്ര തുമ്പികളുണ്ട്? യെസ് 1 2 3 4 5. സോ നമ്മൾ 5 വന്ന് എന്ത് ചെയ്യണം, ഇവിടെ എഴുതണം. ദെൻ വിച്ച് വൺ ഈസ് ദ ലാർജസ്റ്റ്, കളർ ദാറ്റ് ബോക്സ്. ഏതാണ് ലാർജസ്റ്റ് ആയിട്ടുള്ളത്? യെസ്, നമ്മുടെ മീനിൻ്റെ ഗ്രൂപ്പാണ്, ആ ബോക്സ് നിങ്ങൾ കളർ ചെയ്യണം. ദെൻ റൈറ്റ് ദ നമ്പർ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. സോ ഞാൻ പറയുന്നുണ്ട് 1 2 3 4 5 6 ഇങ്ങനെ എഴുതട്ടോ. ലിറ്റിൽ ബേർഡ്സ്, നമുക്ക് നോക്കാം. ലിറ്റിൽ ബേർഡ്സ് എന്നുള്ളടത്ത് എന്താ നോക്കാം. എന്താണ് ഹൗ മെനി ലിറ്റിൽ ബേർഡ്സ് ആർ ദീസ്, എത്ര ലിറ്റിൽ ബേർഡ്സ് ഉണ്ട് നമുക്ക് നോക്കാം. ലിറ്റിൽ ബേർഡ്സ്, ഹൗ മെനി ലിറ്റിൽ ബേർഡ്സ് ആർ ദീസ്, എത്ര ലിറ്റിൽ ബേർഡ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8. സോ നമ്മൾ 8 എന്നവിടെ എഴുതണം. ദെൻ നെക്സ്റ്റ് നോക്കാം, ട്രേസ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ദെൻ ഹിയർ മൈ ലിറ്റിൽ വൺ, ദ 3 അതർ. അപ്പോൾ എന്താണ് ഇവിടെയുള്ള 3 എന്താണ്? ലിറ്റിൽ വൺ, ചെറുതാണ്. 1 2 3 3 ഉണ്ട്. ദെൻ നൗ ദ ലിറ്റിൽ ബേർഡ് ഈസ് വിത്ത് ഹെർ മദർ. ലിറ്റിൽ ബേർഡ്സ് എവിടെയുള്ളത്? നമ്മുടെ അമ്മയുടെ കൂടെയാണുള്ളത്. നൗ ദർ ആർ 9 ബേർഡ്സ്. ഇപ്പം എന്തുണ്ട്? ആൻഡ് ഓൾ 9s ആർ ഹാപ്പി. ഇപ്പം എന്താണ്, ഇവിടെ 9 ബേർഡ്സുകളുണ്ട്. നമ്മുടെ ലിറ്റിൽ വൺ എന്ത് ചെയ്തു വന്നു. ആൻഡ് ദ 3 അതേഴ്സ് അല്ലേ. സോ നമ്മുടെ ലിറ്റിൽ വണ്ണും കൂടി നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. സോ ഇതും കൂടി കഴിഞ്ഞാൽ എത്ര നായി? 9 നായി. സോ 9. സോ NINE 9. മറ്റോടത്ത് എങ്ങനെയാണ്? EIGHT 8. 9 എന്ന് പറഞ്ഞാൽ 9. 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7. ഓക്കെ. ദെൻ നെക്സ്റ്റ് റൈറ്റ് ഇൻ ഓർഡർ. നിങ്ങളോട് ഈ പറഞ്ഞ 6 7 8 9 ട്രേസ് ചെയ്യാനാണ് പറയുന്നത്. സോ നമ്മുടെ കാണിക്കുന്നുണ്ട്. ദെൻ എന്താണ് ലീവിങ് ദ ലിറ്റിൽ ബേർഡ് വിത്ത് ഹെർ മദർ അതർ റിട്ടേൺ. എല്ലാവരും ലിറ്റിൽ ബേർഡിനെ അവിടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് എന്ത് ചെയ്യാണ്, എല്ലാവരും തിരിച്ചു പോരുകയാണ്. ലുക്ക് ഹിയർ ഇസ് എ മൊബൈൽ ഫോൺ. ഇവിടെ നമുക്കൊരു മൊബൈൽ ഫോൺ ഉണ്ട്. മസ്റ്റ് ബി ദ ഹാഡ് സെല്ലർ. അത് മിക്കവാറും നമ്മുടെ ഹാഡ് സെല്ലറിൻ്റെ അതാണ് എന്ന് നമ്മുടെ മിന്നു പറയാണ്. ദെൻ അൺലോക്ക് ദ മൊബൈൽ ഫോൺ. നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ലോക്ക് അൺലോക്ക് ചെയ്യാനാണ് പറയുന്നത്. റാബിറ്റ് എന്ത് ചെയ്തു? 2 4 8 എന്ന് ഉപയോഗിച്ചു. സ്ക്യൂരൽ എന്ത് ചെയ്തു? 3 5 7 8 എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ദെൻ അപ്പം നോക്കാം. ഓപ്പൺ ദ നമ്പർ ലോക്ക്.
എന്താണ് അടുത്ത് നോക്കാം. മങ്കി എന്താ ചെയ്തു? 1 2 3 5 7 8 ഉപയോഗിച്ചു. നമ്മുടെ പാരറ്റ് എന്ത് ചെയ്തു? 1 2 3 4 5 6 7 8. They tried one by one to unlock the phone. The number they pressed glowed yellow. But that Ramunni uncle came back. To unlock my phone, എന്താണ്, you must press all the number from 1 to 9. അപ്പോൾ നമ്മുടെ രാമുണ്ണി അങ്കിൾ വന്നിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ ഫോൺ അൺലോക്ക് ചെയ്യണമെങ്കിൽ 1 to 9 വരെ നിങ്ങൾ നിൽക്കണം. സോ ഹൂ അൺലോക്ക് ദ ഫോൺ? ആരാണ് 1 മുതൽ 9 വരെ നെക്കിയിട്ടുള്ളത്? യെസ്, നമ്മുടെ പാരറ്റിൽ. സോ നമ്മൾ പാരറ്റ് നമ്മൾ സർക്കിൾ ചെയ്യുക. ആൻഡ് ഇവിടെ പാരറ്റ് നമ്മൾ എഴുതണം. ദ നെക്സ്റ്റ് റൈറ്റ് ദ നമ്പർ ഇൻ ഓർഡർ. 1 to 9 ഓർഡറിൽ എഴുതാനാണ്. ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 8 9. There is another number on the phone. What is it? അനദർ നമ്പർ നമ്മുടെ ഫോണിലുണ്ട് അല്ലേ. ഒരു 0 എന്ന് നമ്മൾ കാണുന്നുണ്ടാവും അടിയിലായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചോ? യെസ്, നമ്മൾ 0 എന്നിവിടെ എഴുതണം. ദ നെക്സ്റ്റ് ലുക്ക് അറ്റ് ദ ഫോട്ടോ. ദ ഹാറ്റ് സെല്ലർ ഗോട്ട് ഹിസ് ഫോൺ ബാക്ക് ആൻഡ് സീ ദ ഫോട്ടോ ഓഫ് രാമുണ്ണി അങ്കിൾ ടുക്ക്. രാമുണ്ണി അങ്കിൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് നോക്കാം. ടിക്ക് ദ കറക്റ്റ് ആൻസർ. ഹൗ മെനി ആർ ദർ ഇൻ ദ ഫോട്ടോ? എത്ര ആളുകളുണ്ട് ഫോട്ടോയിൽ? നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6. സോ നമ്മൾ 6 എന്ന് കളർ ചെയ്യണം. ദെൻ ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്യണം. സോ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ ഈസ് ദ ലെഫ്റ്റ് ഓഫ് ദ ഡിയർ? ഡിയറിൻ്റെ ലെഫ്റ്റിൽ ആരാണ്? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. പാരറ്റ്, മങ്കി, സ്ക്യൂരൽ. ആരാണ്? യെസ്, മങ്കി ആണല്ലേ ലെഫ്റ്റ് ആയിട്ടുള്ളത്. സോ നമ്മൾ ലെഫ്റ്റ് എന്നുള്ളത് മങ്കി എന്നത് നമ്മൾ ടിക്ക് ചെയ്യണം. Then there are 4 animals with 4 legs. There are 4 animals with 4 legs. 4 ആനിമൽ ഉണ്ട്. അവർക്ക് 4 പേർക്കും 4 കാലുകളുണ്ട്. ശരിയല്ലേ? സോ നമ്മൾ ട്രൂ എന്നുള്ളടത്ത് ടിക്ക്. ട്രൂ എന്ന് പറഞ്ഞാൽ ശരി, ഫാൾസ് എന്ന് പറഞ്ഞാൽ തെറ്റ്. സോ ട്രൂ എന്നുള്ളടത്ത് നമ്മൾ ടിക്ക് ഇടണം. Then those who can fly are more. പറക്കാൻ കഴിയുന്നവരുടെ എണ്ണമാണ് കൂടുതൽ. ഇവിടെ ആകെ പറക്കാൻ കഴിയുന്ന ആരൊക്കെയാണ്? നമ്മുടെ പാരറ്റും ബട്ടർഫ്ലൈ ആണ്. സോ 2 ഉള്ളൂ, മറ്റത് 4 ഉണ്ട്. സോ അത് എന്താണ്? ഫാൾസ് ആണ്. സോ ഫാൾസ് എന്ന് ടിക്ക് ചെയ്യണം. ദ ബട്ടർ ആൻഡ് പാരറ്റ് ആർ എബോവ് അതേഴ്സ്. ഇവിടെ ബട്ടറും പാരറ്റും എന്താണ്? ബട്ടർഫ്ലൈയും പാരറ്റും എന്താണ്? മറ്റുള്ളവരുടെ മുകളിലാണ്. യെസ്, സോ ട്രൂ എന്ന് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് ലെറ്റ് us give hats to the rabbit. നമ്മൾ റാബിറ്റിന് എന്ത് ചെയ്യാം? യെസ്, ഹാറ്റ്സ് കൊടുക്കാം. സോ എത്ര റാബിറ്റ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6. സോ 6 റാബിറ്റ് ഉണ്ട്. എത്ര ഹാറ്റ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9. ഇവിടെ 9 ഹാറ്റ്സ് ഇവിടെ ഉണ്ട്. എന്താ ചെയ്യേണ്ടത്? വിച്ച് ഈസ് മോർ? ടിക്ക് ദ ലാർജർ. റാബിറ്റ് ആണോ ഹാറ്റ് ആണോ കൂടുതൽ? ഹാറ്റ് 9ഉം റാബിറ്റ് 6ഉം ഉള്ളത്. സോ നമ്മൾ 9 ആണ്, അതായത് ഹാറ്റ് ആണ് കൂടുതൽ. സോ ഹാറ്റ് ടിക്ക് ചെയ്യാം. ദെൻ 1 ഹാറ്റ് ഈസ് ഗിവൺ ടു ഈച്ച് റാബിറ്റ്. ഓരോ റാബിറ്റ് എത്ര ഉണ്ട്? 6 ഉണ്ട്. സോ ഓരോ റാബിറ്റുകൾക്കും ഓരോ ഹാറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഹൗ മെനി ഹാറ്റ്സ് ആർ ഗിവൺ അവേ? എത്രണ്ണം കൊടുക്കേണ്ടി വരും? 6 അല്ലേ. സോ 6 എന്നിവിടെ എഴുതണം. ഹൗ മെനി ആർ ലെഫ്റ്റ്? 9ൽ നിന്നും 6 പോയി കഴിഞ്ഞാൽ 3 ആണ് ലെഫ്റ്റ്. സോ നമ്മൾ 3 എന്ന് എഴുതാം. Then someone is hiding in the tree. Join the dot from 1 to 9 in order to നിങ്ങൾ എന്ത് ചെയ്യാം? 1 to 9 നിങ്ങൾ ഇങ്ങനെ ജോയിൻ ചെയ്യുക. സോ നിങ്ങൾ എന്ത് കിട്ടും? ഒരു പിക്ചർ കിട്ടും. ദെൻ എന്താണ്? റൈറ്റ് ദ നമ്പർ ഇൻ ദ ഡോട്ട് ഇൻ ഓർഡർ. നിങ്ങളോട് 1 to 9 വരെ ഓർഡറിൽ എഴുതാനാണ് പറയുന്നത്. സോ നമ്മൾ എഴുതുന്നുണ്ട്. 1 4 9 ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ ആകെ ഇവിടെ ഇല്ലാത്ത ബ്ലാങ്ക് ആയിട്ടുള്ളത് നമ്മൾ ഫില്ല് ചെയ്താൽ മതി. സോ എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9. സോ നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. ദെൻ 1 more. എന്താണ്? കളർ ഓൾ ദി ഫ്ലവർ യെല്ലോ ഓർ റെഡ്. ദ റെഡ് ഫ്ലവർ മസ്റ്റ് ബി എന്താണ്? 1 more than യെല്ലോ ഫ്ലവർ. സോ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? ഫ്ലവേഴ്സിന് യെല്ലോയോ റെഡോ കളർ കൊണ്ട് നിങ്ങൾ കൊടുക്കണം. ആൻഡ് റെഡ് ഫ്ലവേഴ്സ് എന്തായിരിക്കണം? ഒന്ന് കൂടുതലായിരിക്കണം. ഇവിടെ എത്ര ഫ്ലവേഴ്സ് ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9. സോ ഇവിടെ 9 എന്തുണ്ട്? നമ്മുടെ
ഫ്ലവേഴ്സ് ഉണ്ട്. ഇതിലെന്തായിരിക്കണം? റെഡ് ഫ്ലവേഴ്സ് എന്തായിരിക്കണം? യെല്ലോ ഫ്ലവേഴ്സിനേക്കാളും കൂടുതലായിരിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യണം? 5 റെഡ് ഫ്ലവേഴ്സും 4 യെല്ലോ ഫ്ലവേഴ്സും ആയിട്ടാണ് നമ്മൾ കളർ ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം അടുത്തത് എന്താണ്. യെസ്, പുട്ട് 6 ഇൻ ദ ബാസ്ക്കറ്റ്. നിങ്ങളോട് ബാസ്ക്കറ്റിൽ 6 എന്ന് എന്താണ് ഇടാനാണ് പറഞ്ഞത്. ഹൗ മെനി ആർ ഇൻസൈഡ്, ഹൗ മെനി ആർ ഔട്ട്സൈഡ്? എത്രണ്ണം ഉള്ളിലുണ്ട്, എത്രണ്ണം പുറത്തുണ്ട്? നമുക്ക് നോക്കാം. ഹൗ മെനി ആർ ഇൻസൈഡ്, ഹൗ മെനി ആർ outside. Put 6 in a basket. Then put 5 rabbit in a cage. How many are inside, how many are outside? സോ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഈ ബാസ്ക്കറ്റിലേക്ക് 6 മാങ്ങകൾ ഇടണം. സോ നമ്മൾ എത്ര മാങ്ങകൾ നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കണം. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? എത്ര മാങ്ങകളുണ്ട് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. എത്ര ഉണ്ട്? 10 ഉണ്ട്. ദെൻ 6 നമ്മൾ ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. സോ എത്ര ഉണ്ടാവും ബാക്കി? യെസ്, 1 2 3 4 അല്ലേ? സോ ഹൗ മെനി ആർ ഇൻസൈഡ് ദ ബാസ്ക്കറ്റ്? 6 എന്ന് നിങ്ങൾ എഴുതണം. ഹൗ മെനി ഔട്ട്സൈഡ്? 4 എന്ന് നിങ്ങൾ എഴുതണം. പുട്ട് 5 റാബിറ്റ്സ് ഇൻ എ കേജ്. എന്ത് ചെയ്യണം? 5 റാബിറ്റുകളെ ഞങ്ങൾ കൂട്ടിലേക്ക് ആക്കണം. സോ ആദ്യം എത്ര റാബിറ്റ് ഉണ്ട് നമുക്ക് നോക്കാം. 1 2 3 4 5 6 7 8 9 10. 10 റാബിറ്റുകളുണ്ട്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TEN 10. സോ എത്രണ്ണം നമ്മൾ എന്ത് ചെയ്യണം? 5 എണ്ണത്തിന് നമ്മൾ കേജിലേക്ക് ഇടണം. 1 2 3 4 5. സോ 5 നമ്മൾ കേജിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും ഔട്ട് സൈഡ് നമുക്ക് നോക്കാം. 1 2 3 4 5. സോ നമ്മൾ 5 ഒന്ന് ഔട്ട്സൈഡ് എന്ന ബോക്സിലും ഇൻസൈഡ് എന്ന ബോക്സിൽ 5 ഒന്നും എഴുതണം. പുട്ട് 2 ബോൾസ് ഇൻ എ ബോക്സ്. നിങ്ങളോട് ഇവിടെ ഉള്ളതിൽ 2 ബോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോക്സിലേക്ക് ഇടണം. സോ ഹൗ മെനി ആർ ഇൻസൈഡ്, ഹൗ മെനി ആർ ഔട്ട്സൈഡ് നമ്മൾ നോക്കേണ്ടത്. സോ നമുക്ക് നോക്കാം, എണ്ണി നോക്കാം എത്ര ബോൾസ് ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10. സോ നമ്മൾ എന്ത് ചെയ്യണം? 10 ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ 10ൽ എത്രണ്ണം ഇൻസൈഡ് വരണം? 2 എണ്ണം അല്ലേ? ഇന്നേ ബോക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 2 നമ്മൾ എന്ത് ചെയ്തു? ഇൻസൈഡ് ദ ബോക്സിലേക്ക് കഴിഞ്ഞു. സോ നമ്മൾ 2 എന്ന് എഴുതി. ദെൻ ഹൗ മെനി ഔട്ട്സൈഡ്? എത്രണ്ണം പുറത്തുണ്ടാവും? 10ൽ നിന്ന് 2 പോയാൽ 8. സോ നമ്മളവിടെ എന്ത് ചെയ്യണം? 8 എന്ന് എഴുതണം. സോ നമുക്ക് എണ്ണി നോക്കാം തന്നെയാണോന്ന്. 1 2 3 4 5 6 7 8. നെക്സ്റ്റ് നോക്കാം. പുട്ട് 3 ബട്ടർഫ്ലൈ ഇൻ എ സർക്കിൾ. നിങ്ങൾ എന്ത് ചെയ്യണം? 3 ബട്ടർഫ്ലൈനെ ഒരു സർക്കിളിനുള്ളിൽ ആക്കണം. സോ നമുക്ക് നോക്കാം എത്ര ബട്ടർഫ്ലൈസ് ഉണ്ടെന്ന്. 1 2 3 4 5 6 7 8 9 10. സോ അതിൽ 3 നമ്മൾ എന്ത് ചെയ്യണം? സർക്കിളിൻ്റെ ഉള്ളിലാക്കണം. സോ നമ്മൾ സർക്കിൾ ജസ്റ്റ് വരക്കാം. 3 എണ്ണത്തിനെ ഉൾക്കൊള്ളിച്ചിട്ട് 1 2 3. സോ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് സർക്കിൾ വരച്ചിട്ടുണ്ട്. ബാക്കി എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 6 7. സോ ഹൗ മെനി ആർ ഔട്ട്സൈഡ്? 7 എന്ന് എഴുതാം. ഹൗ മെനി ആർ ഇൻസൈഡ്? 3 എന്ന് എഴുതാം. സോ ഇത്രയുള്ള നമ്മുടെ പാഠഭാഗം. സോ ഹോപ്പ് യു ഗൈ അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ വെൽ. സോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? അറിയിക്കുക. സോ എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്പോർട്ട് എന്നുള്ള നിലക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിന് ഇന്നത്തേക്ക് 1000 വ്യൂസ് ആയിട്ടുണ്ട്. സോ അത് മെല്ലെ മെല്ലെ പച്ച വെച്ച് വരുമെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ സപ്പോർട്ട് ഇതിനാവശ്യമാണ്. സോ കുറച്ച് ലിറ്റിൽ ഓഫ് കൗണ്ട് ഓഫ് പീപ്പിൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. സോ അവരെന്ത് ചെയ്യുക? ദയവേത് നമ്മുടെ ചാനലിന്, അതായത് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ആണ്, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ഹോപ്പ് യു ഗൈസ് ദിസ് വീഡിയോ അണ്ടർസ്റ്റാൻഡ് ദിസ് ചാപ്റ്റർ വെൽ. സോ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് വരാം. സോ അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.